ശ്രീ സംഷാദ് മരക്കാർ, നമുക്ക് അതായത് ദൂരെ ഇരുന്ന് നമുക്ക് എല്ലാത്തിനെയും പറ്റി വളരെ ക്രിയാത്മകമായി വളരെ ശാസ്ത്രീയമായി ഒക്കെ വിലയിരുത്താം. പക്ഷെ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് അത് നേരിടുന്ന മനുഷ്യർക്ക് മാത്രം മനസ്സിലാകുന്ന ഒന്നാണ്. ഒരാന ഇങ്ങനെ ജനവാസ മേഖലയിൽ ഇറങ്ങി നടക്കുന്നു, വലിയ ഭീതി ഉണ്ടാകുന്നു എന്നതിനപ്പുറത്ത് ഇന്നലെ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതല്ല സ്ഥിതി. അതാണ് ഒരുപക്ഷെ സർക്കാരിന് ഇത്രത്തോളം പെട്ടെന്ന് ഇതിലൊരു നടപടി ഉണ്ടാകണം എന്ന ഒരു നിർദ്ദേശത്തിലേക്കൊക്കെ ഒരുപക്ഷെ എത്തിച്ചിട്ടുമുണ്ടാവുക. എന്തായിരുന്നു യഥാർത്ഥത്തിൽ അവിടുത്തെ ഒരു അവസ്ഥ? മാത്രമല്ല, ഇന്നിപ്പോൾ ഒരു തണ്ണീർക്കൊമ്പൻ എന്നതിനപ്പുറത്ത് വയനാട് കുറച്ചധിക ദിവസങ്ങളായി അഭിമുഖീകരിക്കുന്ന പ്രശ്നമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത് വാഹനം ഓടിച്ചു വരുന്നതിനിടയിൽ മുന്നിൽ കാണുന്ന ഒരു പുലിയെയാണ്. എന്തു ചെയ്യണം എന്നറിയാത്തൊരവസ്ഥ വരികയാണ്. ഇനി മുന്നോട്ടുണ്ടോ എന്ന് പോലും അറിയാൻ കഴിയാത്ത അവസ്ഥ. അതും ഇത്രയും കാലം അവരുടെ ഒന്നും ജീവിതകാലത്ത് ഇതുവരെ അങ്ങനെ ഒരു അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിൽ ടൗണിലേക്കടക്കം വലിയ ജനവാസ മേഖലയിലേക്കടക്കം ആ പ്രശ്നം ഉണ്ടാവുകയാണ്. നിങ്ങൾ എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്? ആദ്യം തന്നെ നമ്മൾ ഇന്നലെ തണ്ണീർക്കൊമ്പനെ നമ്മൾ റെസ്ക്യൂ ചെയ്തു. പക്ഷേ ഖേദകരമായ രീതിയിൽ ആന ചെരിയുന്നൊരു സാഹചര്യം ഉണ്ടായി. ആ ഒരു കാര്യത്തിൽ വയനാട്ടിലെ എല്ലാ ആളുകൾക്കും സന്തോഷിക്കുന്നവരൊന്നും അല്ല വയനാട്ടുകാർ. എല്ലാവർക്കും അതിൻ്റേതായ ദുഃഖം ഉണ്ടാവും. സ്വാഭാവികമായി നമ്മളാരും ആനയെ കൊല്ലണം എന്ന് വാദിച്ച വിഭാഗത്തിൽപ്പെട്ട ആളുകളല്ല. ആനയെ അവിടെ നിന്നൊന്ന് മാറ്റണം എന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അതാണ് ഇന്നലെ ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് ആന ബന്ദിപ്പൂരെത്തുകയും പക്ഷെ നമ്മൾ പിന്നീട് അറിയുന്നത് ആന ചെരിഞ്ഞു എന്നുള്ള വാർത്തയാണ്. വയനാട്ടിലെ ഒട്ടുമിക്ക ആളുകളുടെയും പ്രൊഫൈലുകളും വാട്സപ്പിലും സ്റ്റാറ്റസിലും ഒക്കെ ആനയ്ക്ക് ഒരു സങ്കടകരമായ യാത്രയാണ്. പക്ഷേ ഈ ആന ഇവിടെ എത്തി ഈ റെസ്ക്യൂ ചെയ്യുക എന്നല്ലാതെ ഇന്നലെ വേറൊരു ഓപ്ഷൻ ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ ഈ റെസ്ക്യൂ ചെയ്യുന്ന നാഗർകോളയിൽ നിന്ന് വരുന്നു, തലപ്പുഴ, മക്കിമല, കണിയാരം, ചെറക്കര വഴി വന്ന് ഒരു ഫോറസ്റ്റ് പോലും ഇല്ലാത്ത എടവക പഞ്ചായത്തിലെ പായോട് വെച്ച് രാവിലെ ഒരു ക്ഷീര കർഷകനാണ് ആനയെ കാണുന്നതും അവിടെ നിന്നാണ് ഇതിൻ്റെ പുറകിൽ ഫോറസ്റ്റും പോലീസും ജനങ്ങളും ഒക്കെ വരുന്നതും. പിന്നീട് ആന ട്രഷറിയുടെ അടുത്തേക്ക് വരുന്നു, ട്രഷറിയിൽ പോകുന്നു, പോലീസ് സ്റ്റേഷൻ്റെ അതിലേ ഇറങ്ങുന്നു, ന്യൂമാൻസ് കോളേജിൻ്റെ പുറകിലെത്തുന്നു, അവിടെ നിന്ന് വയലിൽ എത്തുന്നു. ഇതാണ് ഇന്നലെ സംഭവിക്കുന്നത്. ഈ വയലിലെത്തിയ ആനയെ പിന്നെ നമുക്ക് മയക്കുവെടി വെച്ച് തിരിച്ച് കർണാടകയെ ഏൽപ്പിക്കുക എന്നല്ലാതെ ഇന്നലെ ഒരു ഓപ്ഷൻ എടുക്കാനില്ല. കാരണം ആന അത്രമേൽ ദൂരം ഇന്നലെ സഞ്ചരിച്ചിട്ടുണ്ട്. നാഗർകോളയിൽ നിന്ന് മാനന്തവാടിയിലേക്ക് വന്ന ദൂരം എന്ന് പറയുന്നത് ചെറുതല്ല. ഇത്രയും ദൂരത്തേക്ക് ആനയെ തിരിച്ച് കാട് കയറ്റി കൊണ്ടുപോകുന്നൊരു സാഹചര്യം ഉണ്ടാക്കണമെങ്കിൽ ഒരിക്കലും സാധിക്കില്ല. കാരണം ആന വന്നത് മുഴുവൻ ജനങ്ങൾ അധിവസിക്കുന്ന നാട്ടുവഴികളിലൂടെയാണ്. മുഴുവൻ ജനങ്ങളെ അവിടെ നിന്ന് മാറ്റണം. അത്രമേൽ കഷ്ടപ്പെട്ട് വേണം ആനയെ അവിടെ എത്തിക്കാൻ. അതൊരിക്കലും സാധിക്കില്ല എന്നുള്ള പൂർണ്ണ ബോധ്യത്തിലാണ് നമ്മളെല്ലാവരും മയക്കുവെടി വെച്ച് ആനയെ മാറ്റണമെന്ന്. കൊല്ലണമെന്നല്ല പറഞ്ഞത്, മയക്കുവെടി വെക്കണമെന്നാണ്. മയക്കുവെടി വെച്ച് ആനയെ ബന്ദിപ്പൂർക്ക് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ആന വന്നത് അറിഞ്ഞു എന്നാണ് വനംവകുപ്പ് മന്ത്രി പറഞ്ഞത്. ആന വന്നത് ആദ്യം അറിഞ്ഞത് പായോട്ട ക്ഷീരകർഷകനാണ്, ഫോറസ്റ്റുകാരല്ല. ഒന്ന്. രണ്ട്, ആന വന്ന വഴിയിൽ റേഡിയോ കോളറുണ്ട്. ആ റേഡിയോ കോളർ കർണാടകയുടേതാണ്. ചിലപ്പോൾ അവർക്ക് അതിൻ്റെ സിസ്റ്റം ഉണ്ടാവാം, അറിയാതിരിക്കാം. പക്ഷേ കർണാടക വനംവകുപ്പും കേരള വനംവകുപ്പും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ ആനയുടെ യാത്രയെക്കുറിച്ച്, ആന വരുന്ന വഴിയെക്കുറിച്ചുള്ളൊരു ഇൻഫർമേഷൻ നമ്മളെ വനംവകുപ്പിന് ലഭിക്കേണ്ടതാണ്. അങ്ങനെ ലഭിച്ചിട്ടില്ല. 3 സംസ്ഥാനങ്ങൾ ഒരുമിച്ച് വനം നോക്കുന്നൊരു മേഖലയാണ് വയനാട്. തമിഴ്നാടും കർണാടകയും കേരളവും. ഈ 3 പേരും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല എന്ന് ഇന്നലെ ആന എത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി. കാരണം കർണാടകയുടെ ആനയാണ്, അവരുടെ റേഡിയോ കോളറിലുള്ളതാണ്, അവർ പുറത്തു വിട്ടതാണ്, അവരുടെ ആനയുടെ യാത്ര അവർക്കറിയാം. പക്ഷെ നമ്മളോട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ ചെയ്തില്ലേ എന്ന് പറയേണ്ടത് വനംവകുപ്പാണ്. ചെയ്തില്ലെങ്കിൽ യാതൊരുവിധ കമ്മ്യൂണിക്കേഷനും ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു സാഹചര്യം. പിന്നെ നീലകണ്ഠൻ സാറാണ് പറഞ്ഞത് ഈ ലാത്തിയുടെ കഥ. ഇത് ഞാനും അദ്ദേഹം നമ്മൾ പങ്കെടുത്തൊരു ചർച്ചയിൽ ഞാൻ പറഞ്ഞത് തന്നെയാണ്. ഈ ലാത്തി ഉപയോഗിച്ച് കടുവയെ പിടിക്കുന്ന ഒരു പുതിയ വനംവകുപ്പ് രീതിയെക്കുറിച്ച് ഒരു സയൻറ്റിഫിക്കലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ മെത്തേഡ് നമ്മളെ കയ്യിലില്ല. നല്ല എക്യുപ്പഡല്ല. നമ്മൾ വളരെ സാധാരണ ആളുകൾ മാത്രമുള്ള ഒരു ചെറിയ വനംവകുപ്പിൻ്റെ RRT ആണ് വയനാട്ടിലുള്ളത്. ഇത് പക്ഷേ പറയുമ്പോൾ വയനാട്ടിൽ RRT ആണ് പാലക്കാട്ട് വരെ പോയി ആനയെ പിടിക്കുന്നത്. പക്ഷെ ഇവർക്ക് എന്തൊക്കെ സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്? ഒരു സംവിധാനം ഇവരെ കയ്യിലില്ല. ഈ ആന ഇത്രയും കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് ഒരാൾ പോലും അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അത് ഈ കാലഘട്ടത്തിൽ എത്രയോ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമുക്കറിയാം, ഇവരത് ചെയ്യുന്നില്ല. പക്ഷേ ആന ഇന്നലെ ഡാർട്ട് ചെയ്ത രീതിയെ തെറ്റുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ അവിടെ ഉണ്ടായിരുന്ന ആളാണ്. പക്ഷെ ഇതിലൊരു കാര്യം അത് നിങ്ങൾ ചർച്ചയിൽ വെച്ചോന്ന് എനിക്കറിയില്ല, ഞാനിപ്പോൾ വന്നതുകൊണ്ട് പറയും. ഈ ആന മാനന്തവാടി ടൗണിൽ എത്തിയിട്ട് എത്ര സമയമാണ് ഈ ഡാർട്ടിങ് ഉത്തരവിന് വേണ്ടി കാത്തിരുന്നതെന്നറിയും.
ഈ ഉത്തരവിന് വേണ്ടി കാത്തിരുന്നത് കൊണ്ടാണ് ജനങ്ങൾക്ക് അവിടെ ചെറിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടായി. ജനങ്ങൾ എന്നിട്ട് പോലും ഒരു ചെറിയ കല്ല് പോലും എടുത്ത് വയനാട്ടുകാർ ഒരു ആനയെ എറിഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. കണ്ടു നിന്നു എന്ന് അപ്പുറം ചെറിയ ചെറിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടായെങ്കിലും ആനയ്ക്ക് നേരെ ഞങ്ങളൊന്നും ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. പക്ഷേ 9 മണിയോടുകൂടി മാനന്തവാടിയിൽ ഒരു ചതുപ്പിലെത്തിയ ആനയെ ഒരു ഉത്തരവ്, മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് കിട്ടുന്നത് എത്രയോ വൈകിയാണ്. അതിനുശേഷം ഈ ദൗത്യം ആരംഭിക്കുന്നത് ഏകദേശം വൈകിയാണ്. രാത്രി 11 മണിക്കാണ് ആനയെ അവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്യുന്നത്. ഇത് നേരെ ബന്ദിപ്പൂർക്ക് കൊണ്ടുപോയി. പക്ഷെ ഇത് കുറച്ച് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ മുത്തങ്ങ ആന ക്യാമ്പിൽ കൊണ്ടുപോയി ഈ ആനയെ പരിശോധിക്കാനുള്ള സാഹചര്യം